ഞാൻ നാട്ടിൽ പോവാ. സർപ്രൈസാണ്. ഇച്ചാൻ്റെ വീട്ടിലറിയാം, എൻ്റെ വീട്ടിലറിയാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടെർമിനൽ 1 എന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. എയർ ഇന്ത്യ ആണ്, ഓൺ ടൈം ആണെന്നാണ് ഇതുവരെയുള്ള വിവരം. ലെറ്റ്സ് സീ. ടെർമിനൽ 1 അവിടെ നിന്ന് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് ഒന്ന് മെട്രോ കയറി ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ മെട്രോയിൽ കയറി ഗേറ്റിൻ്റെ അവിടെ പോയി. അപ്പോൾ ഗേറ്റ് നമ്പർ ഒന്നും അറിയത്തില്ല കേട്ടോ. നേരെ ചെന്ന് കയറിയത് എവിടെയാണ്? നമ്മുടെ ഡ്യൂട്ടി ഫ്രീയുടെ കള്ള് ഷാപ്പിലേക്ക്. അങ്ങനെ അവിടെ കുറേ നേരം കള്ള് കുപ്പികളൊക്കെ വായിട്ട് നോക്കി നടന്നിട്ട് ഞാൻ ഒരു ലിക്കർ ചോക്ലേറ്റ് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന്. എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് 2:45 കേട്ടോ. അപ്പം ഒരു 1:15 ആകുമ്പോഴേക്കേ ഫ്ലൈറ്റ് ഏത് ഗേറ്റിലാന്നുള്ളത് കാണിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്പി ക്രീമിൽ പോയിട്ട് ഞാനൊരു ഡോണറ്റും ഷേക്കും കൂടെ വാങ്ങി കഴിച്ചു. അപ്പോഴേക്കും ഗേറ്റ് നമ്പറൊക്കെ കിട്ടി. നേരെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആരും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചമ്മിപ്പോയുടെ ഫ്ലൈറ്റ് വാസ് ടോട്ടലി പാക്ക്. ഫ്ലൈറ്റിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഫുള്ള് പുകച്ചിട്ടേക്കുവാണ് അവർ. എന്തോ കാര്യത്തിനാണ്, എന്തോ കൊതുകൊണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് അറിയത്തില്ലേ. അങ്ങനെ ഞങ്ങൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ മൂവ് ആവാൻ തുടങ്ങി. ഫ്ലൈറ്റ് റൺവേയിലേക്ക് ഓടുന്നത് കണ്ടു. പിന്നെ നമ്മുടെ വൈറ്റില ജംഗ്ഷനിൽ ബ്ലോക്കിൽ കിടക്കണ പോലെ അങ്ങ് കിടക്കുക ഫ്ലൈറ്റുകളെല്ലാം കൂടെ നിരന്ന്. ഫൈനലി ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് റൺവേയിലേക്ക് കയറി ഓടി അങ്ങ് പറന്ന് പൊന്തുന്ന ടൈമിൽ എനിക്ക് പ്രശ്നം തോന്നാറില്ല. പക്ഷെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ വരും. ആ സമയത്ത് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. പൊന്തുന്ന ടൈമിൽ ഞാൻ അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ മുകളിലേക്ക് പറന്നിരിക്കുകയാണ് ഗൈസ്. ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പൊന്തനേക്കാളും മുന്നേ തന്നെ നമ്മുടെ പൈലറ്റിനെ വിളിച്ചു പോകാനായിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെത്തുമ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് പൊറുക്കിയിരുന്നു. ടർബുലൻസ് കൂടുതൽ, അവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ലെന്നുള്ളത്. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ തോണ്ടേ നമ്മൾ ഇത്രയും വലിയ എയർപോർട്ട് വന്നിട്ട് കുഞ്ഞൻ ഡമ്മി എയർപോർട്ട് പോലെ അതിനകത്തുള്ള ഫ്ലൈറ്റുകളൊക്കെ വന്നിട്ട് കൂട്ടിയേ ഫ്ലൈറ്റ് പോലെ ഡമ്മി ഫ്ലൈറ്റ് പോലെയൊക്കെ ഇല്ല. നല്ല രസമില്ലേ കാണാനായിട്ട്. അതിപ്പോൾ ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റാണ് ഞാൻ മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാവുമ്പോഴേക്കും എനിക്ക് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും. രാത്രിയായാലും പകലായാലും കാഴ്ച കാണാനായിട്ട് ഒരു പ്രത്യേക വൈബാണ്. അധികം നേരം ഒന്നും കാണത്തില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി പോകും. അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് നമ്മുടെ ദുബായിൽ കടലുണ്ട് കേട്ടോ. ഇത് മാൻമെയ്ഡ് ആണോ നാച്ചുറൽ ആണോ എന്നൊന്നും ആരും ചോദിക്കല്ലോ, എനിക്കറിയത്തില്ല. നാച്ചുറൽ ആയിരിക്കുമല്ലേടേ, എനിക്കറിയാത്ത കാര്യം ചോദിക്കല്ലോ കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് വെജ് ഫുഡായിരുന്നു. എനിക്ക് അത്ര സുഖിച്ചൊന്നുമില്ല. എനിക്ക് നല്ല തലവേദനയായിരുന്നു. അതാണ് കൊച്ചിയിലേക്ക് എത്തിയപ്പോഴും എൻ്റെ മൂഡ് മൊത്തത്തിൽ പോയി. ടർബുലൻസ് ഒക്കെ കിട്ടി, നല്ല പേടിച്ചിട്ട് എനിക്ക് പിന്നെയുള്ള വീഡിയോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇനി വീട്ടിൽ പോണ വീഡിയോസ് കാണിച്ചു തരാവേ. എൻ്റെ ഇടവകപ്പള്ളിയിലെ മാതാവിൻ്റെ പെരുന്നാളായിരുന്നു കേട്ടോ. പ്രസിദ്ധീയായിട്ട് എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പറയാതെ സർപ്രൈസായിട്ട് വലിഞ്ഞേറി ചെല്ലുവാണ്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് എൻ്റെ അമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ ചൂലെടുക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഏത് ക്ഷുദ്രജീവിയാണ്. ക്ഷുദ്രജീവിയല്ല, അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയിരുന്നു വന്നത്. എന്തോ ഭാഗ്യത്തിന് ആരും ചൂലെടുത്തോണ്ട് വന്നില്ല കേട്ടോ, ഇല്ലെങ്കിൽ അടി കിട്ടിയാനെ. എന്താ നിങ്ങളൊരു നിർവികാരരായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷം? ഒരു സന്തോഷം എല്ലാവർക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ എടുത്തു കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞ് എന്നെ കെട്ടിയവനെ വിളിച്ചു വരുത്തിയതാ. പക്ഷെ ഇറച്ചിച്ചോറായിരുന്നു ഞങ്ങൾക്ക് തന്നത്. വാട്ട് എവർ. അതൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി വീഡിയോസ് ഞാൻ വഴിയേ ഇടാം കേട്ടോ.